എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രധാന വിവരമാണ്. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ പേജ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും. അപ്പോൾ എംപ്ലോയ്മെൻറ്റിൽ വരുന്ന ഒഴിവുകളിൽ 50% ഒഴിവുകളും പ്രയോറിറ്റി ടേൺസ്, മുൻഗണനാ ടേണുകൾക്ക് റിസർവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ പലരും ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെട്ടവരായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇന്ന് ശ്രദ്ധിക്കുക. എംപ്ലോയ്മെൻറ്റിൻ്റെ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 50% പ്രയോറിറ്റി ടേൺസിൽ ഉൾപ്പെട്ടത് എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അവർക്ക് ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് 40% മുകളിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആളുകൾ, അതുപോലെ തന്നെ വിധവകൾ, നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്ത സ്ത്രീകൾ, ഇൻ്റർകാസ്റ്റ് മാരീഡ് കപ്പിൾസിനുണ്ട്. അതിനകത്ത് ഒരു പാർട്ണർ SC/ST വിഭാഗത്തിൽ പെട്ട വ്യക്തിയാണെങ്കിൽ ഇൻ്റർകാസ്റ്റ് മാരീഡ് കപ്പിൾ ഈ ഒരു വിഭാഗത്തിൽ വരും. അതുപോലെ തന്നെ അവരുടെ കുട്ടികൾക്കും ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നതാണ്. പിന്നീട് സേവനത്തിലുള്ള സൈനികൻ്റെ ഭാര്യ, അവർ TTC കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടീച്ചർ പോസ്റ്റിന് വേണ്ടിയിട്ട് മുൻഗണന ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിന് കീഴിലുള്ള കെയർ ഹോം, ഓർഫനേജ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജീവിച്ചിട്ടുള്ളവർക്ക് ഈ ഒരു മുൻഗണന ലഭിക്കുന്നതാണ്. സ്പോർട്സ് പേഴ്സൺ, നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ പങ്കെടുത്തിട്ടുള്ള സ്പോർട്സ് പേഴ്സൺസ് ഉണ്ട്. പിന്നീട് എൻഡോസൾഫാൻ ബാധിതർക്ക് ഈ ഒരു മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ട്. 35 വയസ്സിന് മുകളിലുള്ള അവിവാഹിതകളായ സ്ത്രീകൾക്ക് ഈ ഒരു പ്രയോറിറ്റി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏതിനകത്തെങ്കിലും ഉൾപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം.